ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അധിക ചെലവിന്റെ ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് താങ്ങാവുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിലൂടെ 350 കോടി രൂപ തട്ടിയെടുത്ത് ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങൾ മുങ്ങിയെന്ന് നിക്ഷേപകർ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മോട്ടോർ എംപ്ലോയീസ് അസോസിയേഷൻ. സോമിൽ ഉടമകളിൽ നിന്നും ലൈസൻസ് പുതുക്കുന്നതിനുള്ള OTP വാങ്ങുന്നതിൽ നിന്നും സർക്കാർ പിന്മാറിയെന്ന പ്രചരണം ശരിയല്ലെന്ന് ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അധിക ചെലവിന്റെ ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് താങ്ങാവുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. ഓണം 2026 സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയർ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓണം 2026 സപ്ലൈകോ മെഗാ ട്രേഡ് ഫെയറിന്റെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും കോഴിക്കോട് ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിന് മുൻവശത്ത് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. ഓണക്കാലത്ത് മിതമായ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകുന്നതിനു പുറമെ മികച്ച ഷോപ്പിംഗ് അനുഭവം കൂടി നൽകുന്നതാണ് സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയർ. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിലും മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നുണ്ട്. സ്വകാര്യ സർക്കാർ മേഖലകളിലെ പ്രമുഖ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയാണ് ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സ്റ്റാളുകളിൽ മിൽമ, പച്ചക്കറി, തുണിത്തരങ്ങൾ, ഫുഡ്വെയറുകൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽസ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ള ഉൽപ്പന്നങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിത്യോപയോഗ വസ്തുക്കൾ മിതമായ വിലയ്ക്കാണ് സ്റ്റാളുകളിൽ ഒരുക്കിയിട്ടുള്ളതെന്നും ഒട്ടേറെ പുതുമകളോടെയാണ് ഇത്തവണ ട്രേഡ് ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും സ്റ്റാളുകൾ സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു. അത്യാവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഇന്റർവെൻഷൻ കൊണ്ട് സാധിക്കുക. ഇന്നലെ കൊച്ചിയിലും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ഇതിൻ്റെ ഉദ്ഘാടനങ്ങളും കൊച്ചിയിൽ മുഖ്യമന്ത്രി ചെയ്തു. അപ്പോൾ ഈ തവണ വളരെ നല്ല രീതിയിൽ ഈ സീസൺ കാലത്ത് മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തിയ സപ്ലൈകോയെ, ആ ഡിപ്പാർട്ട്മെന്റിനെ അനുദ്യാക്കവ് പ്രത്യേകമായി താല്പര്യമെടുക്കുന്നവരൊക്കെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ചടങ്ങിൽ അഡ്വക്കേറ്റ് ഫൈസൽ ബാബു MLA അധ്യക്ഷത വഹിച്ചു. O സദാശിവൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, കൗൺസിലർമാരായ NP സൗഫിയ, സഫറി വെള്ളയിൽ, സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർ VM ജയകൃഷ്ണൻ, ജനറൽ മാനേജർ MU ബിജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഓഗസ്റ്റ് 25 വരെ രാവിലെ 10 മുതൽ വൈകിട്ട് 9 വരെയാണ് മെഗാ ട്രേഡ് ഫെയർ പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മോട്ടോർ എംപ്ലോയീസ് അസോസിയേഷൻ. ജില്ലാ സമ്മേളനം K പ്രവീൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗങ്ങളായ മുഴുവൻ തൊഴിലാളികൾക്കും ESI ആനുകൂല്യങ്ങൾ നടപ്പിലാക്കാൻ ഗവൺമെന്റ് തയ്യാറാവണമെന്നും 60 വയസ്സ് കഴിഞ്ഞ മോട്ടോർ തൊഴിലാളികളുടെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് നൽകാൻ നടപടി സ്വീകരിക്കണമെന്നും ഓട്ടോ തൊഴിലാളികളുടെ പേരിൽ നിസാര കാര്യത്തിനു പോലും കേസ് ചാർജ് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും ക്രമാതീതമായി വർദ്ധിക്കുന്ന ഡീസൽ, പെട്രോൾ വില കാരണം തൊഴിലാളികളുടെ ജീവിതക്രമം താളം തെറ്റുന്നതിനാൽ ഓട്ടോ ചാർജ് വർദ്ധിപ്പിക്കുകയും ഇന്ധന സബ്സിഡി അനുവദിക്കണമെന്നും സിറ്റിയിൽ ഓട്ടോ പാർക്കിങ്ങിന് സ്റ്റാൻഡ് അനുവദിക്കുവാൻ കോർപ്പറേഷൻ തയ്യാറാവണമെന്നും കോഴിക്കോട് ജില്ലാ മോട്ടോർ എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടു. സമ്മേളനം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഏതായാലും ഒരു കാര്യം നിങ്ങൾ ഉറപ്പു തരാം, നിങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് ESI ക്ഷേമനിധി അടയ്ക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടുത്തുക. ഇത്തവണ നമ്മളത്
നേടിയെടുക്കും നമ്മുടെ. കാരണം അതും കൂടി ഇല്ലാത്തൊരവസ്ഥയിൽ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസമാണ്. നമ്മളിപ്പം കേരളത്തിലെ ഭരണകക്ഷിയാണ്. നമ്മൾ കഴിഞ്ഞ 10 വർഷക്കാലം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ട വെയിൽ, നമ്മൾ കൊണ്ട മഴ, നമ്മളേറ്റ മഞ്ഞ്, നമ്മൾ നടത്തിയ പോരാട്ടം, നമ്മൾ ഏറ്റുവാങ്ങിയ മർദ്ദനം, നമ്മൾ സഹിച്ച ജയിൽവാസം, ഇതിൻ്റെയൊക്കെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഈ ഭരണം. പ്രസിഡന്റ് MP ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. INTUC അഖിലേന്ത്യാ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് M രാജൻ, യൂണിയൻ ജില്ലാ സെക്രട്ടറി സതീഷ് പെരിങ്ങോളം, INTUC ജില്ലാ സെക്രട്ടറി AP പീതാംബരൻ, VT സുരേന്ദ്രൻ, അനിൽ തലക്കുളത്തൂർ, ബാബു പട്ടോയിൽ, പ്രകാശൻ പാറക്കണ്ടി, PM ചന്ദ്രൻ, CK ബാലൻ, KP രമേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിലൂടെ സംസ്ഥാനത്ത് നിന്നും 350 കോടി രൂപ തട്ടിയെടുത്ത ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങൾ മുങ്ങിയതായി തട്ടിപ്പിനിരയായ നിക്ഷേപകർ. ഇതിൽ ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയതായും ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതായും അവർ അറിയിച്ചു. തൃശൂർ പുതുക്കാട് സ്വദേശികളായ സഹോദരങ്ങൾ വിവിധ ജില്ലകളിലായി 9 ജ്വല്ലറികൾ തുടങ്ങി നിക്ഷേപകരിൽ നിന്ന് 350 കോടി രൂപ സമാഹരിച്ച ശേഷം മുങ്ങിയെന്നാണ് പരാതി. ഇവർക്കെതിരെ സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 25ലേറെ FIRകൾ ഉണ്ടെന്നും നിക്ഷേപകർ പറഞ്ഞു. തട്ടിപ്പിനിരയായ വിവിധ ജില്ലകളിൽ നിന്നുള്ള നിക്ഷേപകർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് തങ്ങളുടെ പണം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ നിത്യേന 900 രൂപ വീതം 202 ദിവസം അക്കൗണ്ടിലേക്ക് വരുമെന്നായിരുന്നു വാഗ്ദാനം. 2023 ആരംഭിച്ച ഈ പദ്ധതി പ്രകാരം തുടക്കത്തിൽ കൃത്യമായി നിക്ഷേപകരുടെ അക്കൗണ്ടുകളിൽ പണം എത്തിയിരുന്നെങ്കിലും പിന്നീട് പണം ലഭിക്കാത്തതായെന്നും ജ്വല്ലറികൾ പൂട്ടി ഉടമകൾ മുങ്ങിയെന്നും നിക്ഷേപകരായ തൃശൂർ സ്വദേശി VS അഷ്റഫ്, കോഴിക്കോട് സ്വദേശികളായ PM സുനിൽകുമാർ, VK റംല, K ഷൈജു എന്നിവർ പറഞ്ഞു. 350 കോടിയോളം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് അവൻ സ്വീകരിച്ച് പോന്നിട്ടുണ്ട്. അതിന്റെ പുറത്ത് അവൻ എന്താ വെച്ചാൽ നമ്മൾ 2024 ആകുമ്പോഴത്തേക്ക് മാർച്ച് മാസം ആകുമ്പോഴത്തേക്ക് ഈ 7 ജ്വല്ലറികൾ ഒരുമിച്ച് കൂട്ടിയിട്ട് നമുക്ക് ഈ ആനുകൂല്യം തരാമെന്ന് പറഞ്ഞവരൊക്കെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. ഇതിൽ ഒരുപാട് ആൾക്കാരും ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്, അതേമാതിരി ക്യാൻസർ രോഗികളുണ്ട്, പാവപ്പെട്ട ആൾക്കാരുണ്ട്, ഒരുപാട് കല്യാണം മുടങ്ങിയ ആൾക്കാരുണ്ട്, ഇപ്പോൾ വീട് ചർച്ചയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. 10 പേരിൽ നിന്ന് 10 ലക്ഷം രൂപ വീതം സമാഹരിച്ച് ജ്വല്ലറി സ്ഥാപിക്കുന്നതായിരുന്നു ഇവരുടെ രീതി. ജ്വല്ലറി നടത്തിപ്പിന്റെ ലാഭവിഹിതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. 2025 ജ്വല്ലറികൾ പൂട്ടി ഇവർ മുങ്ങി. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നും നിക്ഷേപകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്, ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
സോമിൽ ഉടമകളിൽ നിന്നും ലൈസൻസ് പുതുക്കുന്നതിനുള്ള OTP വാങ്ങുന്നതിൽ നിന്നും സർക്കാർ പിന്മാറിയെന്ന പ്രചരണം ശരിയല്ലെന്ന് ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇനി ഒരു അന്തിമ വിധി ഉണ്ടാകുന്നത് വരെ സോമിലുകളിൽ നിന്നും OTP സ്വീകരിക്കേണ്ടതില്ല എന്ന ഒരു ഉത്തരവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ദീപ മാഡം അതിൻ്റെ IFS അവര് ഒരു ഓർഡർ ഇറക്കുകയും ചെയ്തു. പക്ഷെ ഈ ഓർഡർ ഇറക്കിയതിന് ശേഷം ഉണ്ടായ സംഭവമാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കാനുള്ള കാരണം. സോമിൽ ഉടമകളിൽ നിന്ന് ലൈസൻസ് പുതുക്കുന്നതിനുള്ള OTP വാങ്ങുന്നതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയെന്ന പ്രചാരണം ശരിയല്ലെന്നും OTP വാങ്ങുന്നതിനെതിരെ ഹൈക്കോടതി സ്റ്റേ നിലവിലുള്ളതിനാൽ അന്തിമ വിധി വരുന്നതുവരെ OTP വാങ്ങേണ്ടെന്ന ഉത്തരവാണ് വനം വകുപ്പ് ഇറക്കിയിരിക്കുന്നതെന്നും ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. 2002 മുൻപുള്ള സോമിൽ ഉടമകൾ 50,000 രൂപ OTP അടയ്ക്കണമെന്ന് വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. ഇതിനെതിരെ സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി നൽകിയ റിട്ട് ഹർജിയിലാണ് സ്റ്റേ ലഭിച്ചത്. എന്നാൽ അസോസിയേഷന്റെ മുൻ സംസ്ഥാന ഭാരവാഹിയായിരുന്ന സലാഹുദ്ദീനാണ് അസോസിയേഷന്റെ വ്യാജ ലെറ്റർ ഹെഡ് ഉപയോഗിച്ച് OTP വാങ്ങുന്നതിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയെന്ന് പ്രചരിപ്പിച്ചതെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ KCN അഹമ്മദ് കുട്ടിയും KP ഉസൈൻ ഖാജിയും മദാരി ഷൌക്കത്ത് അലിയും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഖാദി ഓണം മേള 2026 ഭാഗമായി സമ്മാന കൂപ്പൺ ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രതിവാര നറുക്കെടുപ്പ് മിഠായിത്തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ നടന്നു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ നറുക്കെടുപ്പ് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡും കേരളത്തിലെ മറ്റ് ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി നടത്തുന്ന ഖാദി ഓണം മേള 2026 ഭാഗമായുള്ള സമ്മാന കൂപ്പണിന്റെ ജില്ലാടിസ്ഥാനത്തിലുള്ള പ്രതിവാര നറുക്കെടുപ്പ് മിഠായി തെരുവിലുള്ള ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ വെച്ച് കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ നിർവഹിച്ചു. സമ്മാനാർഹമായ കൂപ്പൺ നമ്പർ 339162-ന് 3000 രൂപയുടെ ഖാദി ഉൽപ്പന്നങ്ങൾ ലഭിക്കും. 3000 രൂപയ്ക്കുള്ള പർച്ചേസ് സാറിന് ഇവിടെ നടത്താം. ഖാദി നമ്മുടെ ദേശീയ രാഷ്ട്രീയവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന, നമ്മളൊരു കാലത്ത് വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിരുന്ന ചില ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. എല്ലാ മേഖലയിലും എന്നതുപോലെ ഇവിടെയും ഫേക്കായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മുടെ മാർക്കറ്റിലെത്തുന്നുണ്ട്. അത് ഖാദിയുടെ മേഖലയിൽ മാത്രമല്ല, മനുഷ്യരുടെ ഇടയിൽ പോലും ഫേക്കായിട്ടും കപട സംസാരവുമൊക്കെ ഉള്ള സമയത്ത് നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടുതൽ പ്രാധാന്യത്തോടു കൂടി ഖാദിയുടെ പ്രാധാന്യവും ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും ആളുകളുടെ ശ്രദ്ധയിലെത്തിക്കുക എന്നുള്ളതാണ്. ഖാദി ഗ്രാമവ്യവസായ ബോർഡ് കോഴിക്കോട് ജില്ലാ പ്രൊജക്ട് ഓഫീസർ ഷിബു വി അധ്യക്ഷനായ ചടങ്ങിൽ KVIB വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ നീഷ്മ TV, KVIB ജൂനിയർ സൂപ്രണ്ട് ഷൈനി ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കോഴിക്കോട് സർവോദയ സംഘം പ്രസിഡന്റ് മുരളീധരൻ KK സ്വാഗതവും എംപോറിയം അസിസ്റ്റന്റ് മാനേജർ രാജേഷ് A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വകാര്യ വ്യക്തിയുടെ മതിൽ മഴയിൽ ഇടിഞ്ഞു വീണ് വഴിയാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കൽപ്പത്തൂർ വായനശാല മുണ്ടോകുളങ്ങര റോഡിലെ മതിലാണ് ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ സ്ഥിതി ചെയ്യുന്നത്. മതിൽ പൊളിച്ചു മാറ്റണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ കൽപ്പത്തൂർ വായനശാല പെട്രോൾ പമ്പ് മുണ്ടോകുളങ്ങര റോഡിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേയുണ്ടായ അതിശക്തമായ മഴയിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. മതിലിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇടിഞ്ഞു വീണത്. ബാക്കി ഭാഗം വരുന്ന കരിങ്കൽ കെട്ട് ഏതു നിമിഷവും റോഡിലേക്ക് വീഴാവുന്ന സ്ഥിതിയിലാണ്. സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ വഴി യാത്ര ചെയ്യുന്നത്. ജീവൻ പണയം വെച്ചാണ് മതിലിന് താഴെ കൂടി ആളുകൾ പോകുന്നത്. ഈ പ്രദേശത്തുകാർക്ക് കൽപ്പത്തൂർ വായനശാലയിൽ എത്താവുന്ന എളുപ്പ വഴിയാണ് ഈ റോഡ്. യാത്രക്കാർക്ക് ഭീഷണിയായ സ്വകാര്യ വ്യക്തിയുടെ മതിൽ പൊളിച്ചു മാറ്റി യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് പരിസരവാസികൾക്ക് പറയാനുള്ളത്. പ്രദേശവാസിയാണ് ഞാൻ. എൻ്റെ പേര് ഷാജി. സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞിട്ട് ഇന്നേക്ക് 6 ദിവസമായി.
കരിങ്കൽ ഘട്ടാണ്. ഈ വഴി സ്കൂൾ കുട്ടികളടക്കം നിരവധി യാത്രക്കാരാണ് പോകുന്നത്. ഇത്ര അപകടകരമായ സ്ഥിതിയായിട്ട് പോലും സ്വകാര്യ വ്യക്തി വേണ്ടത്ര ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നൊച്ചാട് വില്ലേജ് അധികാരികൾ ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ധോത്തികൾ, സിൽക്ക് സാരികൾ, കലംകരി ഉൽപ്പന്നങ്ങൾ, ബെഡ്ഷീറ്റ്, കോട്ടൺ സാരികൾ, ചുരിദാറുകൾ, ആയുർവേദ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പാലക്കാടൻ മൺപാത്രങ്ങൾ, ജൂട്ട് ബാഗുകൾ, തേക്കിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ. ഖാദി തുണിത്തരങ്ങൾക്ക് 30% റിബേറ്റ്. ഫർണിച്ചറുകൾ, ലെതർ ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയ്ക്ക് 10% കിഴിവ്. കൂടാതെ കാർ, സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും. ഓണം ഖാദി മേള മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ. ദൈനംദിന ആവശ്യ സാധനങ്ങളുമായി ഇനി മുതൽ പുതിയ സൂപ്പർ മാർക്കറ്റും. ഖാദി ഗ്രാമോദ്योग എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലയൺസ് ഡിസ്ട്രിക്ട് 318Tയുടെ നേതൃത്വത്തിൽ പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തു. MLA K. ജയന്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318Tയുടെ 2ാം വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വത്സല ഗോപിനാഥിന്റെ നേതൃത്വത്തിലും ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ്, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സാമോറിൻസ്, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് സഫയർ, ലയൺസ് ക്ലബ് ഓഫ് കാലിക്കറ്റ് ഫീനിക്സ് എന്നീ ക്ലബ്ബുകളുടെ സംയുക്താഭിമുഖ്യത്തിലുമാണ് പ്രളയ ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികൾക്കായി വിവിധ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തത്. MLA K. ജയന്ത് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഉറങ്ങാനുള്ള പായകൾ, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ, മാക്സികൾ, ചൂലുകൾ, ഫിനോയിൽ, മാസ്കുകൾ, കയ്യുറകൾ എന്നിവ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളാണ് ക്യാമ്പിലെ കുടുംബങ്ങൾക്ക് കൈമാറിയത്. ലയൺസ് ക്ലബ് ഓഫ് കോഴിക്കോട് പ്രസിഡന്റ് ഡോക്ടർ ലില്ലി രാജീവൻ അധ്യക്ഷത വഹിച്ചു. TG ബാലൻ, മനോജ് ഷെറിൻ, അബ്ദുൾ റഹ്മാൻ, സത്യപ്രകാശ്, സാമൂഹ്യ സേവന സമിതി ചെയർമാൻ കുമാർ ദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിഷ്ക വുമൻസ് ജ്വല്ലറിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഷോറൂം കോഴിക്കോട് മാവൂർ റോഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. ഷോറൂമിന്റെ ഗ്രാൻഡ് ലോഞ്ചിംഗ് 29-ന് സിനിമാ താരം തമന്ന ഭാട്ടിയ നിർവഹിക്കും. ദുബായ്, ഷാർജ, അബുദാബി എന്നിവിടങ്ങളിലെ ഷോറൂമുകളിലൂടെ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയെടുത്ത നിഷ്ക വുമൻസ് ജ്വല്ലറി UAEയിലെ ശ്രദ്ധേയമായ ജ്വല്ലറി ബ്രാൻഡുകളിലൊന്നായി വളർന്നു കഴിഞ്ഞു. കോഴിക്കോടിന് പിന്നാലെ തലശ്ശേരിയിലും ബംഗളൂരുവിലും പുതിയ ഷോറൂമുകൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. സത്യസന്ധമായ വില നിർണ്ണയം, പ്രീമിയം ഡിസൈനുകൾ, സർട്ടിഫൈഡ് ഗുണനിലവാരം, മികച്ച ഷോപ്പിംഗ് അനുഭവം എന്നിവയിലൂടെ ഇന്ത്യൻ ജ്വല്ലറി അനുഭവത്തെ പുനർനിർവചിക്കുകയാണ് നിഷ്കയുടെ ലക്ഷ്യമെന്ന് കമ്പനി പ്രതിനിധികൾ വ്യക്തമാക്കി. വയനാട്ടിൽ നിന്ന് ലോകത്തേക്ക് വളർന്ന മൊറിക്യാപ് ഗ്രൂപ്പിന്റെ വിശ്വാസ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചാണ് നിഷ്ക വുമൻസ് ജ്വല്ലറി മുന്നേറുന്നതെന്നും അവർ വ്യക്തമാക്കി. നമ്മളിവിടെ കേരളത്തിലേക്ക് ലോഞ്ച് ചെയ്യാണ്. കേരളത്തിൽ ഞങ്ങൾ ചൂസ് ചെയ്തത് ഒന്നാമത് നമ്മൾ കോഴിക്കോടാണ്. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിന്റെ ആതിഥേയത്വം, ഹോസ്പിറ്റാലിറ്റി, അതേപോലെ തന്നെ ഇവിടുത്തെ കൾച്ചർ, ട്രഡീഷൻ, അത് നമ്മളെ ബിസിനസ് അനുയോജ്യമായ ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കൂടുതൽ അനുയോജ്യമായ ഒരു ലൊക്കേഷൻ ആയതുകൊണ്ടാണ് കോഴിക്കോടിനെ നമ്മൾ ചൂസ് ചെയ്തത്.
ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുന്നോടിയായി കോഴിക്കോട്ട് നടന്ന ബ്രാൻഡ് ലോഞ്ച് ഇവന്റിൽ മാധ്യമപ്രവർത്തകർ, വ്യവസായ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിഷ്ക മൊമെന്റ്സ് ജ്വല്ലറി ചെയർമാൻ CM നിഷിൻ തസ്ലിം, മാനേജിംഗ് ഡയറക്ടർ CM റിസ്വാൻ ഷിരാസ്, ഡയറക്ടർ CM റോഷൻ ഫവാസ്, കോ ചെയർമാൻ VA ഹസൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുന്നമംഗലം MLA MI റസാഖ് നിർവഹിച്ചു. ഭക്ഷണ കിറ്റുകളുടെ വിതരണവും MLA നിർവഹിച്ചു. വിശിഷ്ട വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. മാവൂർ പ്രദേശത്തെ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് രൂപീകൃതമായ ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും കുന്നമംഗലം നിയോജക മണ്ഡലം MLA MA റസാഖ് നിർവഹിച്ചു. ചടങ്ങിൽ അർഹരായവർക്കുള്ള ഫുഡ് കിറ്റ് വിതരണവും നടന്നു. ഭിന്നശേഷി കുട്ടികളോടൊപ്പം MLA സന്തോഷം പങ്കിട്ട് സമയം ചെലവഴിച്ചു. നമ്മൾ സ്വയം തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, എല്ലാ കർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്നു, മനോഹരമായി നമ്മൾ പാടുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ നടക്കുന്നു, നമ്മൾ ഓടുന്നു, നമ്മൾ എല്ലാം കൃത്യമായി വിവേകപൂർവ്വം ജീവിക്കാനുള്ള വിവേകം നമുക്ക്. ട്രൂ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ആമിന ജിജു MLA MA റസാഖിനെ ആദരിച്ചു. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സുബൈർ നെല്ലൂളി, ഡോക്ടർ അബ്ദുൾ സലാം, സിറാജ് വേങ്ങര, റഹീം പെരുമണ്ണ, സിറാജ് പന്തിരാങ്കാവ്, തൽഹത്ത് കുന്നമംഗലം, കരീം എളമരം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലാം പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് RV ജാഫർ മുഖ്യപ്രഭാഷണം നടത്തി. പെരുവയൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബിത തോട്ടാഞ്ചേരി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് പാലാട്ട്, അഡ്വക്കേറ്റ് ഷമീം ഫക്സാൻ, BK കുഞ്ഞഹമ്മദ് തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അധിക ചെലവിന്റെ ഉത്സവകാലത്ത് സപ്ലൈകോ നടത്തുന്ന വിപണി ഇടപെടൽ സാധാരണക്കാർക്ക് താങ്ങാവുകയാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പിലൂടെ 350 കോടി രൂപ തട്ടിയെടുത്ത് ജ്വല്ലറി ഉടമകളായ സഹോദരങ്ങൾ മുങ്ങിയെന്ന് നിക്ഷേപകർ. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധിയിൽ ഉൾപ്പെട്ട തൊഴിലാളികൾക്ക് ESI ആനുകൂല്യം നടപ്പിലാക്കണമെന്ന് കോഴിക്കോട് ജില്ലാ മോട്ടോർ എംപ്ലോയീസ് അസോസിയേഷൻ. സോമിൽ ഉടമകളിൽ നിന്നും ലൈസൻസ് പുതുക്കുന്നതിനുള്ള OTP വാങ്ങുന്നതിൽ നിന്നും സർക്കാർ പിന്മാറിയെന്ന പ്രചരണം ശരിയല്ലെന്ന് ഓൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.